പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ അലിമുക്കിലെ അപകട വളവ് വാർത്തയായതിനു പിന്നാലെ അതിന് പരിഹാരമായത് നമ്മൾ കണ്ടതാണ്. അലിമുക്കിന് സമീപം തന്നെ വഴിയില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന വാർത്തയാണ് ഇന്ന് പൊതുജനം കഴുതിയ ലെസർ അധികാരികളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 50 പറ ഏലായിക്ക് സമീപത്തെ 15ഓളം കുടുംബങ്ങളുടെ ദുരിത വഴിയെ ഒന്ന് പോയി നോക്കാം. പത്തനാപുരത്ത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ അലിമുക്കിലാണ് 50 പറ ഏല. ഭീതിപ്പെടുത്തുന്ന കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയുമെല്ലാം താവളം. ഇവിടം കടന്നു വേണം ജനവാസ മേഖലയായ മറ്റൊരിടത്തേക്കെത്താൻ. പക്ഷേ അവിടേക്കെത്താൻ ഇവിടെ ഒരു വഴിയില്ല. കാൽ നൂറ്റാണ്ടോളമാകുന്നു 50 പറ ഏല ഇങ്ങനെ തരിശായി കിടക്കാൻ തുടങ്ങിയിട്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി സാമൂഹ്യവിരുദ്ധരും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളുമൊക്കെ കയ്യേറിയിരിക്കുന്നു. 8-9 കുടുംബക്കാരിങ്ങനെ താമസിക്കുക. ഞങ്ങളെല്ലാം വൈകിട്ട് ഈ പണി കഴിഞ്ഞ് രാവിലെ പോയിട്ട് വൈകിട്ട് വരപ്പെടും. പന്നിയും പാമ്പും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർമാരോടും മാറി വരുന്ന മെമ്പർമാരോട് പറഞ്ഞിട്ട് അവർ വഴി പഞ്ചായത്തിൽ ഫണ്ടില്ല, MLA ഫണ്ടില്ല, MP ഫണ്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് വരെ ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടില്ല. ഇത് റോഡിൻ്റെ ഇടവരെ കൊണ്ടിട്ടു. പിന്നെ നിങ്ങൾ തരുന്നില്ല. ഏലായ്ക്ക് സമീപമുള്ള കുന്നിൻ ഭാഗത്തായി 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സ്ഥലത്ത് നിർമ്മിച്ച വീടുകളാണ് ഇവയിലേറെയും. വഴിയുണ്ട് ഇതുവഴി, പക്ഷേ അതൊരു വരമ്പ് മാത്രം. ആ വരമ്പ് കടക്കാൻ ഇവിടുത്തുകാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ഈ മെമ്പറെല്ലാം വന്ന് കണ്ട എല്ലാ വർഷങ്ങളും വോട്ട് വരുമ്പം മാത്രം ഞങ്ങൾ പറയും ശരിയാക്കി തരാമെന്ന് പറയും. ഇപ്പോഴും പറഞ്ഞിരിക്കുക കൈവരിയിട്ട് വഴി കോൺക്രീറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇത്രയും ഞങ്ങൾ വയ്യാത്ത മനുഷ്യരാണ്. ഇതാണെങ്കിൽ 1.5 കൊല്ലം കൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നത്. രാത്രിയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കൊണ്ട് പിടിച്ചു കയറാനോ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ആളുമില്ല. നിരവധി രോഗികളുണ്ട് ഈ വീടുകളിൽ, പ്രായം ചെന്നവരുമേറെ. അത്യാഹിതമുണ്ടായാൽ ഒരു ആംബുലൻസ് പോലും എത്തില്ല. രോഗിയെ ചുമന്നു വേണം റോഡിലെത്തിക്കാൻ. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ കാരണം വീടുപേക്ഷിച്ചവരുമുണ്ട്. എനിക്ക് താഴേന്ന് കയറി വരാനും താഴോട്ട് ഇറങ്ങിപ്പോകാനും ഒന്നും വയ്യ. ഇവിടെ വഴിയില്ല. ഞാൻ നല്ല കമ്പും കുത്തിയാൽ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് ഓരോ കമ്പുണ്ട്. ആ കമ്പും കുത്തിയ ഒരു ഊന്നുവടി പോലും നമുക്ക് തരാൻ ആരുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ ഒരാട്ടോ വരത്തില്ല. ഇവിടെ ഒരു കൂട്ടരാണെങ്കിൽ വണ്ടി വരാഞ്ഞ് അവർ വീടും കളഞ്ഞു വെച്ച് പോയി. നിലവിൽ പോകുവാന്നെ ഈ വഴി നമ്മൾ നടന്ന് ചെന്ന് ആട്ടോ വിളിച്ചാണ് പോകുന്നത്. പിന്നെ ആർക്കെങ്കിലും വയ്യാതെ വന്ന് ഈ ഇടയ്ക്ക് ഞാൻ പ്രഷർ വന്ന് തല ഇറങ്ങി വീണ് ഇവിടുന്ന് എടുത്തുകൊണ്ടാണ് റോട്ടിൽ കൊണ്ടുപോയി ആട്ടോയ്ക്കകത്ത് കൊല്ലു ആശുപത്രി കൊണ്ടുപോയത്. ആ നിലയിലുള്ള ജീവിതവും ഇവിടെ എടുത്തോണ്ടേ പോവാം റൂട്ടിൽ. രാത്രിയും പകലും സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രം. സ്ത്രീകളടക്കം വഴി നടക്കാൻ ബുദ്ധിമുട്ടുന്നു. പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യമുയരുന്നു. വഴിക്കായി സ്ഥലം വിട്ടു നൽകാൻ സമീപവാസി തയ്യാറാണെങ്കിലും പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടാത്ത സ്ഥലമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വഴി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി തരാമെന്ന് പറയും. അത് ബൾബുകളില്ലായിരുന്നു. ഇവിടെ ലൈൻ കുഴിച്ചിട്ടപ്പോൾ മാത്രമുള്ള ബൾബ്, അതിപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട്. ബാക്കിയൊന്നും എല്ലാം ഇരുട്ടുമായിരുന്നു, വഴിയില്ലായിരുന്നു. വരുമ്പോഴെല്ലാം ബൾബ് ഇട്ട് തരാം, വഴി ഇട്ട് തരാം, പിടിച്ചു വരുമ്പോഴുള്ള കമ്പിയൊക്കെ ഇട്ട് തരും എന്നൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഒരുപാട് നാൾ പഞ്ചായത്തിൽ കയറിയിറങ്ങിയതിനു ശേഷമാണ് ഈ വഴിയിൽ വെളിച്ചമെത്തിക്കാൻ പോലും അധികൃതർ തയ്യാറായത്. തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. പക്ഷേ ഈ 15ഓളം കുടുംബങ്ങളുടെ വോട്ട് ലഭിക്കണമെങ്കിൽ ഇവർക്ക് ഇതുവഴി ഭയമില്ലാതെ സഞ്ചരിക്കാൻ ഒരു നല്ല സഞ്ചാരപാത ഒരുക്കണം. അത് വെറും വാഗ്ദാനമാകരുത്, കൃത്യതയുള്ള ഉറപ്പാകണം. സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.